എണ്ണ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാലും കൂടും, നമ്മുടെ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യും. ഈ പ്രസവരക്ഷയിൽ കൊടുക്കുന്ന ഒരു ഔഷധമാണ് തെങ്ങിൻ പൂക്കുലാതി രസായനം എന്ന് പറയുന്നത്. അതുപോലെ ആ പൂക്കുലയുടെ കണ്ടന്റ് പാലുണ്ടാവാനൊക്കെ വളരെയധികം നല്ലതാണ്. ഇപ്പം 8 days ആയിട്ട് നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലേ. കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ബ്രസ്റ്റ് മിൽക്കായിട്ട് കുറവായിരിക്കും 3-4 ദിവസത്തേക്ക്. ഗ്രാജ്വലി അത് കൂടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട കേട്ടോ. പിന്നെ നമ്മൾ ആയുർവേദമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുകയും എണ്ണ തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാലും കൂടും, നമ്മുടെ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യും. പ്രത്യേകമായിട്ട് നമ്മൾ ഈ പ്രസവരക്ഷയിൽ കൊടുക്കുന്ന ഒരു ഔഷധമാണ് തെങ്ങിൻ പൂക്കുലാതി രസായനം എന്ന് പറയുന്നത്. അതുപോലെ ആ പൂക്കുലയുടെ കണ്ടന്റ് പാലുണ്ടാവാനൊക്കെ വളരെയധികം നല്ലതാണ്. അതിൽ പല ഇൻഗ്രീഡിയൻസും, നെല്ലിക്കയൊക്കെ നമ്മൾ കേട്ടേക്കണമല്ലോ. അപ്പോൾ അതുപോലെയുള്ള മരുന്നുകൾ, ത്രിഫല, അതൊക്കെ കൂടുതൽ ഈ പാലിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഇതൊക്കെ വേണ്ട വിധത്തിൽ കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഈ ലേഹ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ വീതം രാവിലെയും രാത്രി കിടക്കാൻ നേരവും കഴിക്കണമാണ്. ഞാനിതിൽ എഴുതി വയ്ക്കാം, അപ്പോൾ അതിനനുസരിച്ച് കഴിച്ചാൽ മതി കേട്ടോ.